ശ്രീ പി എസ് സുപാൽ. സർ, നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം കൃഷിഭൂമി തരിച്ചിട്ടിരിക്കുകയാണ്. സർ, അങ്ങനെയുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഈ തരിച്ചു കിടക്കുന്ന കൃഷിഭൂമി ഏറ്റെടുത്ത് ആധുനിക ഹൈടെക് കൃഷി രീതികൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കൃഷി വ്യാപിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. യെസ് മിനിസ്റ്റർ. ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മളിപ്പം കേരളത്തിൽ സെക്കൻഡറി അഗ്രികൾച്ചറിൻ്റെ ഭാഗമായി കാർഷിക മേഖലയിൽ നവീനങ്ങളായ നിരവധി പരിപാടികളാണ് നടപ്പിലാക്കുന്നത്. അതൊന്ന് സ്മാർട്ട് കൃഷി രീതികളാണ്. ബഹുമാനപ്പെട്ട അംഗം ശ്രീ പി എസ് സുബാലോട് ചോദിച്ചതുപോലെ കൃഷിക്ക് അനുയോജ്യമായ ഭൂമികൾ തരിശായി ഇട്ടിരിക്കുന്നതിൻ്റെ അത് ഏറ്റെടുത്ത് കൃഷി ചെയ്യുക എന്നുള്ള കാര്യമാണ്. കൃഷിക്ക് അനുയോജ്യമായ ഭൂമി അത് വിട്ടു നൽകാൻ താല്പര്യമുള്ള വ്യക്തികളിൽ നിന്നും കണ്ടെത്തി അവിടെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പ്രത്യേകിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഹോർട്ടിക്കൾച്ചർ, ഹൈഡ്രോപോണിക്സ്, കൃത്യത കൃഷി, സംരക്ഷിത കൃഷി, സംയോജിത കൃഷി തുടങ്ങിയ വൈവിധ്യമാർന്ന ഫാമിംഗ് രീതികൾ അവലംബിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ, ഗ്രൂപ്പുകൾ എന്നിവർക്ക് സർക്കാർ ഇടപെടലിലൂടെ ഭൂമി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നവോത്ഥാൻ എന്ന് പറഞ്ഞൊരു പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി. കേന്ദ്ര ഗവൺമെൻറ് എക്കണോമിക് സർവേക്കകത്തെല്ലാം പ്രത്യേകതകൾ കൂടി എടുത്തു പറഞ്ഞ ഒരു പരിപാടി കൂടിയാണ് അത്. ആദ്യഘട്ടത്തിൽ സർക്കാരിൻ്റെ വിവിധ സ്ഥാപനങ്ങളുടെ കീഴിലുള്ളതും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും യോഗ്യമായ കൃഷിഭൂമിയാണ് ഇത്തരത്തിൽ താല്പര്യമുള്ള കർഷകരുടെ ഗ്രൂപ്പുകൾക്ക് കൃഷിക്കായി നൽകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തി ഭൂമി തരംതിരിച്ച ശേഷമായിരിക്കും അതത് മേഖല അനുയോജ്യമായ കാർഷിക വിളകൾ തിരഞ്ഞെടുക്കുന്നത്. 10 ഏക്കറിൻ്റെ ഒരു യൂണിറ്റ് എന്ന നിലയിലായിരിക്കും ഭൂമി കൃഷിക്കായി വിഭജിച്ച് നൽകുന്നത്. കാപ്കോയാണ് അതിൻ്റെ പദ്ധതി നിർവഹണത്തിൻ്റെ ഏജൻസിയായി നിശ്ചയിച്ചിട്ടുള്ളത്. വിപണി കണ്ടെത്തൽ, കയറ്റുമതി, മൂല്യവർദ്ധനവ് തുടങ്ങിയ മേഖലയിൽ കാപ്കോയും കൃഷി വകുപ്പും സാങ്കേതിക ഉപദേശവും നൽകും. പഴം, പച്ചക്കറി ഉൾപ്പെടെയുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം 30 ലക്ഷം മെട്രിക് ടണ്ണായി വർദ്ധിപ്പിക്കുക, ഇടവിള കൃഷി സാധ്യമാക്കിക്കൊണ്ട് നിലവിലെ ഭൂമിയിൽ നിന്നുള്ള ഉൽപ്പാദനക്ഷമതയിൽ 40% വർധന ഉണ്ടാക്കുക, ഹൈടെക് ഫാമിങ്ങിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സർ, ഒന്നാം ഘട്ടത്തിൽ ഭൂവുടമകളുടെയും കർഷക സംരംഭകരുടെയും ഒരു ഏകജാലക സംവിധാനത്തോടെ രജിസ്റ്റർ ചെയ്യിച്ചുകൊണ്ട് അനുയോജ്യമായ ഭൂമിയുടെ ലഭ്യത, സംരംഭകരായ കർഷകരുടെ ആവശ്യങ്ങൾ എന്നിവ ശേഖരിക്കുകയുണ്ടായി. ഇതിന് പ്രകാരം 32 ഭൂ ഉടമകളും 226 കർഷക സംരംഭകരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത ഭൂ ഉടമകളിൽ പൊതുമേഖലയിൽ നിന്നും 11 പേരും 21 സ്വകാര്യ വ്യക്തികളുമാണ് ഉൾപ്പെടുന്നത്. 4758.37 ഏക്കർ ഭൂമി പദ്ധതിക്കായി ലഭ്യമാക്കിയിട്ടുണ്ട്. സർക്കാർ അംഗീകരിച്ച കൃഷി സഹകാരി സേവന ഉടമ്പടി പ്രകാരം കൃഷിയുടെ സേവനം എന്ന രീതിയിൽ കർഷകർക്ക് കൃഷി ചെയ്യുന്നതിനായി ഭൂമി അനുവദിക്കുന്നതാണ്. കൃഷിയൊരു സേവനം എന്ന നിലയിൽ വാണിജ്യപരമായ കാർഷിക പ്രവർത്തനമാണ് പദ്ധതി പ്രകാരം ഏറ്റെടുക്കുന്നത്. കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. രണ്ടാം ഘട്ടത്തിൽ ഭൂ ഉടമകളുടെയും കർഷക സംരംഭകരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. കൃഷിക്ക് ആവശ്യമായ ഭൂമി, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൃഷി എന്നിവയെക്കുറിച്ച് കർഷകരും നൽകുവാനുള്ള ഭൂമി, അവിടുത്തെ സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ച് ഭൂ ഉടമകളും വിശദീകരിക്കുകയുണ്ടായി. തുടർന്ന് കർഷകർ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥല സന്ദർശനവും ബന്ധപ്പെട്ട അധികാരികളുമായി ആശയവിനിമയം നടത്തുകയുണ്ടായി. പദ്ധതി പ്രകാരം ഭൂ ഉടമകൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന തുക സംബന്ധിച്ചും ചർച്ച നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ തീരുമാനമായിട്ടുള്ള 11 സംരംഭകർ പ്രോജക്റ്റുകൾ ഇതിനോടകം സമർപ്പിച്ചിട്ടുണ്ട്. മൂന്നാം ഘട്ടമായി പ്രോജക്റ്റ് സമർപ്പിച്ച കർഷക സംരംഭകർ ഇവരുള്ള സർവീസ് ലെവൽ എഗ്രിമെൻ്റ് വെക്കുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതോടുകൂടി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 4758 ഏക്കർ ഭൂമിയിലേക്ക് എത്തിക്കാൻ പറ്റും. അവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ആധുനിക രീതിയിലുള്ള കൃഷി രീതികളായിരിക്കും, സ്മാർട്ട് കൃഷി രീതികളായിരിക്കും അവലംബിക്കുക. അതിനെല്ലാവിധമായ പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, വിവിധ വിഭാഗം ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷേമനിധി ബോർഡുകൾ രൂപീകരിച്ചൊരു സംസ്ഥാനമാണ് കേരളം. സാർ, അന്നം തരുന്ന കർഷകന് ഒരു ക്ഷേമനിധി ബോർഡ് വേണമെന്നുള്ളത് നമ്മുടെ വലിയ ഒരു സങ്കല്പമാണ്. സാർ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. സാർ, അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. സാർ, കർഷകർക്ക് ഒരു ക്ഷേമനിധി ബോർഡ് യാഥാർത്ഥ്യമാകണം. അത് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. സാർ, കർഷക ക്ഷേമനിധി ബോർഡ് യാഥാർത്ഥ്യമായിട്ടുണ്ട്. അംഗങ്ങളെ രജിസ്റ്റർ ചെയ്യിക്കുന്ന നടപടികളിലേക്കും ഏർപ്പെട്ടു. എന്നാൽ അതിൻ്റെ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില തടസ്സങ്ങളുണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിനകത്ത് വളരെ വേഗത്തിൽ കർഷക ക്ഷേമത്തിൻ്റെ കാര്യത്തിൽ എന്താണോ ഈ ഗവൺമെൻറ് നേരത്തെ പറഞ്ഞിരുന്നത് ആ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല. കർഷക ക്ഷേമനിധി ബന്ധപ്പെട്ട കർഷകർക്ക്, യോഗ്യരായ കർഷകർക്ക്, അതിൽ ക്ഷേമനിധി അംഗങ്ങളാകുന്ന കർഷകർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതിന് പ്രകാരം തന്നെ മുമ്പോട്ട് പോകാനാണ് സർക്കാർ ആലോചിച്ചിരിക്കുന്നത്. ആ കാര്യം ഫലപ്രദമായി നടപ്പിലാക്കുകയും ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം
അംഗീകരിക്കുന്നു. ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് കാലതാമസം ഉണ്ടായത് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതും ബന്ധപ്പെട്ട കാര്യത്തിലാണ്. രജിസ്ട്രേഷൻ നടപടികളിലേക്ക് ഇപ്പോൾ തന്നെ കടന്നിട്ടുണ്ട്. എന്നാൽ വളരെ വേഗത്തിൽ തന്നെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപനവും ഉണ്ടായി ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാക്കി അതിനെ മാറ്റുന്നതായിരിക്കും.